നവരാത്രി വ്രതസ്യാസ്യ നൈവ തുല്യാനി ഭൂതലേ. നവരാത്രി വ്രതം പോലെ ഈ ഭൂലോകത്ത് വേറെ വ്രതമില്ല. സച്ചിദാനന്ദ സ്വരൂപമായ ബ്രഹ്മത്തിലേക്ക് ഭക്തരെ നയിക്കുകയാണ്. വിദ്യാരംഭ ദിവസം കുട്ടികളുടെ നാവിൽ എഴുതുന്നത് എന്തുകൊണ്ടാണ്? എല്ലാ മൃഗങ്ങളുടെയും മനുഷ്യരുടെയും നാവിൽ സരസ്വതി ഉണ്ട് എന്നതാണ് പുരാണത്തിൽ പറയുന്നത്. ഹരിശ്രീ ഗണപതയ നമ എന്ന രഹസ്യ സ്വഭാവമുള്ള 51 അക്ഷരങ്ങൾ നാവിൽ എഴുതിക്കൊണ്ട് കുട്ടിയുടെ സരസ്വതിയെ ഉത്തേജിപ്പിക്കുകയാണ് ചെയ്യുന്നത്. വിദ്യയുടെ ദേവി എന്ന് പറയുന്നത് സരസ്വതി ദേവിയാണ്. കുട്ടികളുടെ നാവിൽ എഴുതുന്ന ഗണപതി മന്ത്രമാണ്. അക്ഷരത്തിലാണ് അക്ഷരം എഴുതേണ്ടത്, എന്നാലേ വിദ്യ ക്ഷയിക്കാതിരിക്കുകയുള്ളൂ. മദ്യം നിറച്ച ഒരു പാത്രം ദേവിയുടെ കയ്യിലുണ്ട്, രക്തം നിറച്ച പാത്രമുണ്ട്. ഇതിൻ്റെ പ്രതീകാത്മകത വളരെ രഹസ്യമാണ്. കറുത്ത നിറമാണ് ദേവിക്ക്. ചിതറിക്കിടക്കുന്ന നീണ്ട തലമുടിയുണ്ട്. ഭീകരമായ കണ്ണുകൾ, 3 കണ്ണുകളാണ് ദേവിക്കുള്ളത്. 4 കൈകൾ. വ്യത്യസ്തമായ നവദുർഗാ സങ്കല്പങ്ങളുണ്ട്. 10ാം ദിവസം ആചരിക്കേണ്ട വിജയദശമി ദിവസം ഈ പ്രാവശ്യം 11ാം ദിവസമാണ് ആചരിക്കുന്നത്. ദുർഗാഷ്ടമി എന്ന് പറയുന്നത് സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് അഷ്ടമി തിഥി സ്പർശമുണ്ടായിരിക്കണം. സൂര്യാസ്തമയത്തിന് മുമ്പ് 6 നാഴിക അഷ്ടമിയുള്ള ദിവസമാണ് പൂജ വയ്ക്കുന്നത്. നമസ്കാരം. നമസ്കാരം. സെപ്റ്റംബർ 22 തൊട്ട് ഒക്ടോബർ 2 വരെ നമ്മൾ നവരാത്രി ആഘോഷങ്ങളിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ് നവരാത്രിയുടെ ഐതിഹ്യവും കാര്യങ്ങളും ഒക്കെ? ഐതിഹ്യം പറയുന്നത് എല്ലാ പുരാണങ്ങളും വ്യാസമഹർഷിയാണ് രചിച്ചത്. ശ്രീമദ് ഭാഗവത പുരാണം രചിച്ചതിന് ശേഷം ദേവിയെപ്പറ്റി ഒരു പുരാണവും രചിച്ചിട്ടില്ലല്ലോ എന്ന ഒരു വിഷമത്തോടു കൂടി ഹിമാലയത്തിൽ പോയി തപസ് ചെയ്യുകയാണ്. ആ സമയത്ത് ദേവി അശരീരിയായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്, ദേവലോകത്ത് ചെന്ന് 4 വേദങ്ങളെയും ദർശിക്കുക. വേദങ്ങൾ നിർദ്ദേശം അനുസരിച്ച് തപസ് ചെയ്തോളൂ, സാക്ഷാൽ ദേവിയെ പ്രത്യക്ഷമായി അനുഭവിക്കാൻ പറ്റും എന്ന് പറഞ്ഞു. അങ്ങനെ വ്യാസമഹർഷി സത്യലോകത്ത് ചെന്നു. അപ്പോൾ ഈ ഋഗ്വേദവും യജുർവേദവും പറഞ്ഞു സാക്ഷാൽ ദേവി തന്നെയാണ് അവ്യയമായ പരബ്രഹ്മം. മറ്റു 2 വേദങ്ങളും പറഞ്ഞു സാക്ഷാൽ ദുർഗാദേവി തന്നെയാണ് അവ്യയമായ പരബ്രഹ്മം. ഈ ദേവിയെ അങ്ങയ്ക്ക് അനുഭവിക്കാൻ പറ്റും എന്ന് പറഞ്ഞുകൊണ്ട് വേദങ്ങൾ തന്നെയാണ് ദേവിയെ സ്തുതി പാടിയത്. ഈ സമയത്ത് ദേവി അവിടെ പ്രത്യക്ഷപ്പെട്ടു. വ്യത്യസ്ത രൂപങ്ങൾ കാണിച്ചു കൊടുത്തു വ്യാസമഹർഷിയെ. 18 കൈകളുള്ള ദേവി, 2 കൈകളുള്ളത്, സൗമ്യ സ്വഭാവം, രൗദ്രഭാവം, ഇതെല്ലാം ദേവി കാണിച്ചു കൊടുത്തു. ഇതുകൂടാതെ ശിവനും പാർവതിയും തമ്മിൽ നിൽക്കുന്നതും കാണിച്ചു, വിഷ്ണുവും ലക്ഷ്മിയും തമ്മിൽ നിൽക്കുന്നത് കാണിച്ചു, ബ്രഹ്മാവും സരസ്വതിയും കൂടിച്ചേർന്ന് നിൽക്കുന്നത് കാണിച്ചു. അപ്പോൾ ഇത് തന്നെ എല്ലാം ദേവീ സങ്കല്പം തന്നെയാണ് ഈ ത്രിമൂർത്തികളുടെ ഭാവം എന്നത് ദേവി കാണിച്ചു കൊടുത്തു. അതിനുശേഷം ദേവി നേരെ മുമ്പിൽ വന്നു, പ്രത്യക്ഷമായി ദർശനം കൊടുത്തു വ്യാസമഹർഷിക്ക്. അതിനുശേഷം ദേവി ഒരു സഹസ്രദള പത്മത്തിലാണ് നിന്നിരുന്നത്. ആ പത്മത്തിൽ നിന്നും ദേവി ഇറങ്ങി പത്മത്തിൽ നോക്കുവാൻ വേണ്ടി പറഞ്ഞു എന്നാണ് കഥ. അങ്ങനെ ആ പത്മത്തിൽ നോക്കിയ സമയത്താണ് അതിൽ ദേവി ഭാഗവതം ദർശിക്കാൻ പറ്റി. ഇത് മുഴുവനും വായിച്ച് സന്തോഷത്തോടു കൂടി വ്യാസമഹർഷി സ്വന്തം ഗൃഹത്തിലേക്ക് മടങ്ങി പോയി. അതിനുശേഷമാണ് ഈ ദേവി ഭാഗവതം എഴുതിയതെന്നാണ് പറയുന്നത്. 18 പുരാണാനാം മധ്യേ സർവോത്തമം പരം ദേവി ഭാഗവതം ധർമ്മകാമാർത്ഥ സിദ്ധിതം. ചതുർവിധ പുരുഷാർത്ഥങ്ങൾ സാധിക്കുവാൻ വേണ്ടി ദേവി ഭക്തന്മാർക്ക് ദേവി ഭാഗവതം മതി എന്നാണ് പറയുന്നത്. അതിലാണ് വാസന്തേ ശാരദേ നവരാത്ര സപര്യ. വസന്ത ശരത് ഋതുക്കളിൽ 9 ദിവസം നിങ്ങൾ എന്നെ പൂജിക്കണം എന്ന് ദേവി പറയുന്നുണ്ട്. അതിനനുസരിച്ചിട്ടാണ് നമ്മളിവിടെ ഈ വ്രതം ആചരിക്കുന്നത്. 9 ദിവസത്തെ വ്രതം. ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ അനവധി ദാനങ്ങളും വ്രതങ്ങളും പറയുന്നുണ്ട്. ദാനാനി വിവിധാനി ച നവരാത്രി വ്രതസ്യാസ്യ നൈവ തുല്യാനി ഭൂതലേ. നവരാത്രി വ്രതം പോലെ ഈ ഭൂലോകത്ത് വേറെ വ്രതമില്ല എന്നാണ് അവിടെ രേഖപ്പെടുത്തിയത് മഹർഷിമാർ. ആദ്യത്തെ അശ്വിന മാസത്തിലെ ചന്ദ്രമാസ പ്രാധാന്യമാണ് ഈ വ്രതം, സൗരമാസ പ്രാധാന്യമല്ല. അശ്വിന മാസത്തിൽ ശുക്ലപക്ഷ പ്രഥമ തിഥി തുടങ്ങി 9 ദിവസങ്ങളിലാണ് ഈ വ്രതം ആചരിക്കുന്നത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട 3 ദിവസങ്ങളാണ് അഷ്ടമി, നവമി, ദശമി. ഇതിൽ സസ്യാഹാരത്തോടു കൂടി വ്രതമനുഷ്ഠിച്ച് 9 ദിവസം, അത് വ്യത്യസ്തമായ ഭാവങ്ങളിലാണ് ദേവീ സങ്കല്പമുള്ളത്. ഇത് ഒരു ബാഹ്യമായിരിക്കുന്ന സങ്കല്പമാണ്. ആന്തരികമായിരിക്കുന്ന സങ്കല്പം എന്ന് പറയുന്നത് ഒരു സാധകൻ അവൻ്റെ കുണ്ടലിനി ശക്തിയെ മൂലാധാര ചക്രത്തിൽ നിന്നും ഉണർത്തി
ഓരോ ദിവസവും അവൻ്റെ കുണ്ടലിനി ശക്തിയെ മൂലാധാരം മുതലായിരിക്കുന്ന ചക്രങ്ങളിൽ വിശ്രമിപ്പിച്ച് 6-ാം ദിവസം ആജ്ഞാചക്രത്തിൽ സ്ഥിതി ചെയ്ത് 7-ാം ദിവസം ദേവിയും സാധകനും തമ്മിൽ, അല്ലെങ്കിൽ ശിവനും ദേവിയും തമ്മിൽ താതാത്മ്യം പ്രാപിക്കുക. സഹസ്രാര പത്മത്തിലേക്ക് കുണ്ടലിനി ശക്തി ഉണർത്തി അവിടെ ആനന്ദം അനുഭവിക്കുക. അമൃതം ശ്രവണം എന്ന സച്ചിദാനന്ദം ആ സാധകൻ അനുഭവിക്കുക എന്നതാണ് ഇതിൻ്റെ ആന്തരികമായിരിക്കുന്ന മറ്റൊരർത്ഥം. സാമാന്യേന പറയുമ്പോൾ നമുക്ക് ഇത് ക്ഷേത്ര ദർശനം ചെയ്യുക, ദേവി മഹാത്മ്യം, ലളിതാ സഹസ്രനാമം, ദേവി ഭാഗവതം മുതലായ ഗ്രന്ഥങ്ങൾ ഒരു സാധാരണ ഭക്തൻ പാരായണം ചെയ്ത് ഹോമം, പൂജ ഇതെല്ലാം ചെയ്തുകൊണ്ട് വ്രതമനുഷ്ഠിക്കുക. അപ്പോൾ 2 തരത്തിലാണ് ഈ ഒരു സങ്കല്പം കിടക്കുന്നത്. നവരാത്രിയിലെ നവദുർഗാ സങ്കല്പങ്ങൾ 9 ദുർഗാ സങ്കല്പങ്ങളാണ്. അതെങ്ങനെയാണ്? ഈ നവദുർഗാ സങ്കല്പം എന്നത് ദേവി മഹാത്മ്യത്തിൽ, ദേവി കവചത്തിലാണ് പറയുന്നത്. വ്യത്യസ്തമായ നവദുർഗാ സങ്കല്പങ്ങളുണ്ട്. ഇത് മാർക്കണ്ഡേയ മഹർഷിക്ക് ബ്രഹ്മാവ് ഉപദേശിച്ചു കൊടുത്തു. അതാണ് ഏറ്റവും പ്രാധാന്യം നമ്മളിവിടെ ആചരിക്കുന്നത്. ശക്തി സംഗമ തന്ത്രം എന്ന് പറയുന്ന തന്ത്രഗ്രന്ഥത്തിൽ, ആഗമഗ്രന്ഥത്തിൽ പാർവതി പരമശിവനോട് ചോദിക്കുന്നുണ്ട്, നവദുർഗാസങ്കല്പം നവരാത്രി 9 ദിവസങ്ങളിൽ ഏതെല്ലാം ശക്തിയെയാണ് പൂജിക്കേണ്ടത്? അത് പരമശിവൻ പാർവതിക്ക് പറഞ്ഞു കൊടുത്തതാണ് ബ്രഹ്മാവ് മാർക്കണ്ഡേയ മഹർഷിക്ക് പറഞ്ഞു കൊടുത്തത്. അതിൽ ആദ്യത്തെ ദിവസം പ്രഥമം ശൈലപുത്രി, ഓരോ പേരിൽ കൂടിയാണ് പറയുന്നത്. ആ ദേവി കവചത്തിലെ ശ്ലോകം ഇപ്രകാരമാണ്: പ്രഥമം ശൈലപുത്രീജ ദ്വിതീയം ബ്രഹ്മചാരിണി. 2-ാമത്തെ ദിവസം ബ്രഹ്മചാരിണി സങ്കല്പത്തിൽ, ആദ്യത്തെ ദിവസം ശൈലപുത്രി. തൃതീയം ചന്ദ്രഖണ്ഡേതി, ചന്ദ്രഖണ്ഡ എന്ന നാമത്തിലാണ് 3-ാമത്തെ ദിവസം ദേവിയെ പൂജിക്കുന്നത്. കുഷ്മാണ്ഡേതി ചതുർത്ഥകം, കുഷ്മാണ്ഡ എന്ന ദേവീസങ്കല്പം. പഞ്ചമം സ്കന്ദമാത, സ്കന്ദനും പാർവതിയും കൂടി ഇരിക്കുന്ന സങ്കല്പമാണത്. ഷഷ്ടം കാത്യായനി, കാത്യായന മഹർഷി തപസ് ചെയ്ത് ദേവി എൻ്റെ സന്താനമായിട്ട് വളരണം എന്നാണ് തപസ്. ആ തപസ്സിൻ്റെ ഫലമായി കാത്യായനി എന്ന ദേവിയായിട്ട് മാറി. സപ്തമം കാളരാത്രി, 6-ാമത്തെ ദിവസമാണ് കാളരാത്രി എന്ന് പറയുന്ന ദേവീസങ്കല്പം ആചരിക്കുന്നത്. മഹാഗൗരീതി ചാഷ്ടമം, മഹാഗൗരി 8-ാമത്തെ ദിവസം ആചരിക്കുന്നു. നവമം സിദ്ധിദാത്രീച, 9-ാമത്തെ ദിവസമാണ് സിദ്ധിദാത്രി എന്ന ദുർഗയുടെ ഒരു അവതാരം. ഇങ്ങനെയാണ് നവദുർഗാഹ പ്രകീർത്തിതാഹ, 9 ദുർഗമാരെ പ്രകീർത്തിക്കപ്പെട്ടിരിക്കുന്നു, പറഞ്ഞിരിക്കുന്നു. ഉക്താനി ഏതാനി നാമാനി, ഈ നാമങ്ങൾ ബ്രഹ്മണ ഏവ മഹാത്മന, സാക്ഷാൽ ബ്രഹ്മാവ് തന്നെ മാർക്കണ്ഡേയ മഹർഷിക്ക് പറഞ്ഞു കൊടുത്തതാണ്. ആദ്യത്തെ ദിവസം പ്രഥമം ശൈലപുത്രി, ശൈലം എന്ന് പറയുമ്പോൾ പർവ്വതം. അപ്പോൾ ഹിമവാൻ്റെ പുത്രിയായി, ഹിമവാൻ്റെയും പത്നിയുടെയും പുത്രീ രൂപത്തിൽ ദേവി അവരുടെ ആവശ്യപ്രകാരം അവതരിച്ചു. ഇവിടെ തീവ്രമായിരിക്കുന്ന ഭക്തിയോട് കൂടിയാണ് ഹിമവാനും തപസ് ചെയ്തത്. അതിൻ്റെ ഫലമായി ദേവിക്ക് പുത്രീ രൂപത്തിൽ വരേണ്ടി വന്നു. അപ്പോൾ ആദ്യത്തെ ദിവസം തന്നെ ഈ ദേവിയുടെ സന്ദേശം നമുക്ക് തരുന്നത്, നിങ്ങൾ തീവ്രമായിരിക്കുന്ന ഭക്തിയോടുകൂടി എന്നെ ഉപാസിക്കുകയാണെങ്കിൽ നിങ്ങൾ പറയുന്നത് ഞാൻ അനുസരിക്കും എന്നൊരു ഭാവം, ആ ഒരു ഭക്തവാത്സല്യം, കാരുണ്യമാണ് ദേവി തരുന്നത്. അപ്പം നമ്മൾ ദേവിയെ ഏതെങ്കിലും ആഗ്രഹത്തോടുകൂടി ആവശ്യപ്പെടുകയാണെങ്കിൽ അത് സാധിച്ചു തരും എന്ന സന്ദേശം ആദ്യത്തെ ദിവസം തന്നെ ദേവി തരുന്നു. തീവ്രമായിരിക്കുന്ന ഭക്തി ഇതിനാവശ്യമാണ്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. കൃത്യമായ നിഷ്കർഷതയോടുകൂടിയുള്ള ആ ഒരു സസ്യാഹാരം, മന്ത്രജപം, സ്തോത്രപാരായണം, ക്ഷേത്രദർശനം ഇതെല്ലാം ഈ 9 ദിവസം ചെയ്യണം എന്നതാണ് ഇതിൻ്റെ പ്രാധാന്യം. 2-ാമത്തെ ദിവസമാണ്. ആദ്യത്തെ ദിവസം ഞാൻ ആദ്യമേ പറഞ്ഞു, മൂലാധാരത്തിൽ നിന്നും കുണ്ടലിനി ശക്തിയെ ഉണർത്തുക. ആദ്യത്തെ ദിവസം സാധകൻ ചെയ്യുന്നത് ആ മൂലാധാരത്തിൽ ഈ ശൈലപുത്രി എന്ന ദേവിയെ സങ്കല്പിക്കുന്നു. ഈ ദേവിയുടെ സ്വരൂപം കാളയുടെ മുകളിലാണ് ഈ ദേവി ഇരിക്കുന്നത്. വലത് കൈയിൽ ശൂലമുണ്ട്, ഇടത് കൈയിൽ ഒരു താമര പിടിച്ചിരിക്കുകയാണ്, താമരപ്പൂ പിടിച്ചിരിക്കുകയാണ്. ശിരസിൽ അർദ്ധ ചന്ദ്രൻ്റെ ഒരു രൂപം ധരിച്ചിട്ടുണ്ട്. ഇതാണ് ശൈലപുത്രിയുടെ ഭാവം. ആ ഭക്തവാത്സല്യമാണ് ഇതിൽ പ്രധാനമായി നമ്മൾ കണക്കാക്കേണ്ടത്. 2-ാമത്തെ ദിവസം ബ്രഹ്മചാരിണിയാണ്, തപസ് ചെയ്യുന്ന ദേവിയാണത്. 2-ാമത്തെ ദിവസത്തെ ദേവിയുടെ പ്രതീകാത്മകത, തപസ്, ആത്മവിശ്വാസം, അതുപോലെ ധൈര്യം, ഇതിൻ്റെ പ്രതീകമാണ് ഈ 2-ാമത്തെ ദിവസം. ഇത് ഒരു ഭക്തന് അല്ലെങ്കിൽ ഒരു സാധകന് ദേവി കൊടുക്കും എന്നാണ് പറയുന്നത്. സച്ചിദാനന്ദ സ്വരൂപമായ ബ്രഹ്മത്തിലേക്ക് ഭക്തരെ നയിക്കുകയാണ്.
ബ്രഹ്മത്തിലേക്ക് ചരിക്കുന്നു, സഞ്ചരിക്കുന്നു. ഒരു ഭക്തന് ബ്രഹ്മസാക്ഷാത്കാരം കൊടുക്കുന്നു എന്നർത്ഥം. നാരദൻ്റെ ഉപദേശപ്രകാരം ശിവൻ ഭർത്താവാകാൻ പഞ്ചാഗ്നി മധ്യത്തിൽ ദേവി തപസ് ചെയ്തു. അപ്പോൾ അത് തീവ്രമായിരിക്കുന്ന തപസ് എന്ന് പറയുമ്പോൾ 4 ദിക്കിലും അഗ്നി ജ്വലിപ്പിച്ച് മുകളിൽ സൂര്യൻ്റെ അഗ്നി, ഇങ്ങനെയാണ് ആ തപസ് ചെയ്തത്. അങ്ങനെ ദേവി ഉദ്ദേശിച്ച കാര്യം ദേവി സാധിച്ചു. പരമശിവൻ്റെ പകുതി ശരീരം ദേവിക്ക് കൊടുക്കേണ്ടി വന്നു. ഇത് തന്നെ എൻ്റെ ഭക്തന്മാരും ഇങ്ങനെ ഒരു തപസ്സും പ്രാർത്ഥനയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യവും സാധിക്കും. ഈ സന്ദേശവും ദേവി നമുക്ക് തരികയാണ്. ഇവിടെ കന്യാകുമാരി, അതുപോലെ മാളികപ്പുറത്തമ്മ, ഇവിടെയൊക്കെ ഈ ഒരു സ്വരൂപത്തിലാണ് ദേവി ഇരിക്കുന്നത്. വലത് കൈയിൽ ജപമാലയാണ്, ഇടത് കൈയിൽ കമണ്ടലു പിടിച്ചിരിക്കുകയാണ്. സ്വാധിഷ്ഠാന ചക്രത്തിലാണ് സാധകൻ ഇതിനെ സങ്കല്പിക്കുന്നത്. 3-ാം ദിവസമാണ് ചന്ദ്രഖണ്ഡ. ചന്ദ്രൻ്റെ നിറമുള്ള ഖണ്ഡ കയ്യിലുള്ളവളാണ്. ഖണ്ഡ എന്ന് പറഞ്ഞാൽ മണി. ദേവിയുടെ കയ്യിലൊരു മണിയുണ്ട്. ഈ മണി മുഴക്കി ശബ്ദം പുറപ്പെടുവിക്കുന്ന സമയത്ത് അസുരന്മാർ ഓടിപ്പോവുകയാണ്. ഈ മണിയുടെ ശബ്ദം ഭൂമി കുലുങ്ങുന്ന ശബ്ദമാണ്, ഭയാനക ശബ്ദമാണ് ഇതിൽ നിന്ന് വരുന്നത്. ആ ഖണ്ഡദേവി, മണിദേവി കയ്യിൽ പിടിച്ചിരിക്കുകയാണ്. ശാന്തി, സമാധാനം, സൗഭാഗ്യം, ഇതിൻ്റെ പ്രതീകമാണ് ചന്ദ്രഖണ്ഡാദേവി. ചന്ദ്രനെ പോലെ പ്രകാശിക്കുന്ന മണി കയ്യിലുള്ളവൾ എന്നാണ് ഈ പദത്തിൻ്റെ അർത്ഥം. ഇവിടെ ദേവി മാഹാത്മ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ശ്ലോകമാണ് ശൂലേന പാഹിനോ ദേവി പാഹി ഖഡ്ഗേന ചാമ്പികേ ഖണ്ഡാസ്വനേന ന പാഹി ചാപജ്യ നിസ്വനേന ച. മഹിഷാസുരനെ കൊന്നതിന് ശേഷം ദേവന്മാർ ദേവിയോട് പ്രാർത്ഥിച്ച മന്ത്രമാണ്. അതിലാണ് ഈ ഖണ്ഡയെ പറ്റി പറയുന്നത്. ആ ഖണ്ഡാസ്വനം കൊണ്ട് ഞങ്ങളെ രക്ഷിക്കണം ദേവി എന്ന് ദേവന്മാർ പറയുന്നുണ്ട്. ആ ഖണ്ഡ തന്നെയാണ് ഇവിടെ ചന്ദ്രഖണ്ഡയായിട്ട് വന്നിരിക്കുന്നത്. ഉഗ്ര കോപമാണ് ദേവിക്ക്. പുലിയുടെ മുകളിലാണ് ഗദ, ശൂലം, വില്ല്, അക്ഷമാല, കമണ്ടലു, ഇത്രയും സാധനം പിടിച്ചിട്ട് യുദ്ധത്തിന് പുറപ്പെടുന്ന ദേവിയാണത്. പരാമക്രമവും സൗമ്യ സ്വഭാവവും ഒരു ഭക്തന് തുല്യമായിട്ട് കിട്ടുന്നു. ഇതാണ് ദേവിയുടെ ആരാധനയിൽ കൂടി ഭക്തന് ലഭിക്കുന്നത്. മണിപൂരക ചക്രത്തിലാണ് ഈ ദേവിയെ ഉപാസിക്കുന്നത്. അടുത്തതാണ് കുഷ്മാണ്ഡ. 4-മത്തത് ഭക്തരുടെ ദുഃഖങ്ങൾ നശിപ്പിക്കുന്നു. കുഷ്മ എന്ന് പറഞ്ഞാൽ ഇവിടെ ഊഷ്മാവ് എന്ന് പറയുമ്പോൾ താപം, ചൂടാണ്, ടെമ്പറേച്ചർ. ഭക്തന്മാർക്ക് 3 തരത്തിലുള്ള ടെമ്പറേച്ചർ, താപമുണ്ട്. ആധ്യാത്മിക ദുഃഖം, ആധിഭൗതിക ദുഃഖം, ആധിദൈവിക ദുഃഖം. ഇത് 3ഉം താപത്രയം എന്ന പേരിലാണ് അറിയുന്നത്. ഈ 3 താപത്തെയും ദേവിയുടെ അണ്ഡത്തിൽ കൊണ്ടു ചെന്ന് എത്തിക്കുന്നു. അണ്ഡമെന്ന് പറഞ്ഞാൽ ഉദരം. ഭക്തരുടെ താപത്തെ ദേവിയുടെ അണ്ഡത്തിൽ സൂക്ഷിക്കുന്നു. ആ താപം മുഴുവനും ദേവി വലിച്ചെടുക്കുന്നു എന്നർത്ഥം. താപത്രയത്തെ, ഊഷ്മത്തെ അണ്ഡത്തിൽ വഹിക്കുന്നു. 8 കൈകളാണ് ഈ ദേവിക്കുള്ളത്. താമരപ്പൂവ്, ഗദ, ബാണം, ചക്രം, അക്ഷമാല, കമണ്ടലു. മദ്യം നിറച്ച ഒരു പാത്രം ദേവിയുടെ കയ്യിലുണ്ട്. രക്തം നിറച്ച പാത്രമുണ്ട്. ഇതിൻ്റെ പ്രതീകാത്മകത വളരെ രഹസ്യമാണ്. ഇത് മുഴുവൻ നമുക്ക് പറയാനുള്ള സമയമില്ല. അനാഹത ചക്രത്തിലാണ് സാധകൻ ഈ ദേവിയെ ഉപാസിക്കുന്നത്, ധ്യാനിക്കുന്നത്. 5-മത്തേതാണ് സ്കന്ദമാത. മാതൃത്വത്തിൻ്റെയും സംരക്ഷണത്തിൻ്റെയും പ്രതീകമാണ്. പാർവതി സ്കന്ദനെ മടിയിൽ പിടിച്ചിരിക്കുകയാണ്. 4 കൈകളാണ് ദേവിക്ക്. 2 കൈയിൽ താമര, 1 കൈ കൊണ്ട് സന്താനത്തെ, സ്കന്ദനെ പിടിച്ചിരിക്കുന്നു. 1 കൈ കൊണ്ട് സംരക്ഷിക്കുകയാണ്. ആ മകനും അമ്മയും തമ്മിലുള്ള ഒരു പരിചരണ ഭാവം ദേവിക്കുണ്ട്. ഇത് ആ മകനെ സംരക്ഷിക്കുന്നത് പോലെ തന്നെ ദേവി ഭക്തനെയും എല്ലാ ഭക്തജനങ്ങളെയും സംരക്ഷിക്കും എന്നതാണ് ഇതിൻ്റെ ആ ദേവിയുടെ സന്ദേശം നമുക്ക് തരുന്നത്. ഇവിടെ സുബ്രഹ്മണ്യൻ്റെ അനുഗ്രഹവും കൂടി ഈ ദിവസം നമുക്ക് കിട്ടുകയാണ് ചെയ്യുന്നത്. 2 കൈകളിലാണ് താമരപ്പൂവ്. ഓരോ കയ്യിലും ഓരോ താമരപ്പൂ ദേവി പിടിച്ചിട്ടുണ്ട്. മടിയിൽ ഷൺമുഖൻ ഇരിക്കുന്നു. 1 കൈ കൊണ്ട് പിടിച്ചിരിക്കുകയാണ്. വിശുദ്ധി ചക്രത്തിലാണ് ഈ ദേവതയെ സാധകൻ ഉപാസിക്കുന്നത്. അടുത്തത് കാത്യായനി. ധൈര്യം, വിജയം, ഈ 2 പ്രതീകാത്മകതയാണ് കാത്യായനിക്കുള്ളത്. കാത്യായനി ദേവിയാണ് മഹിഷാസുരനെ കൊല്ലുന്നത് എന്നും പറയുന്നുണ്ട്. അപ്പോൾ പരാക്രമം, ധൈര്യം, ഇത് സാധകന് കിട്ടുന്നു. കാത്യായനി മഹർഷിയുടെ ആശ്രമത്തിൽ ശിശുവായി പ്രത്യക്ഷപ്പെട്ടു, ഒരു പുത്രീ രൂപത്തിൽ. ആ പുത്രിയെ എങ്ങനെയാണ് വളർത്തുന്നത്, ആ സുഖം മുഴുവനും ഈ മഹർഷിക്ക് ദേവി കൊടുത്തു. 4 കൈകളാണ്, പുലിവാഹന രൂപമാണ്, അസുരഘാതക ഭാവമാണ് ദേവിക്ക്. താമര, വാള്, അഭയമുദ്ര, വരദമുദ്ര. ആജ്ഞാചക്രത്തിലാണ് ദേവി ഉപാസിക്കുന്നത്. ഇപ്പോൾ ഓരോ ദിവസവും നമ്മളിങ്ങനെ ഓരോ ചക്രത്തിലും ഈ വ്യത്യസ്തമായ ദേവീസങ്കല്പങ്ങളുടെ ധ്യാനം കഴിഞ്ഞു. ആജ്ഞാചക്രത്തിൽ ദേവി ആ ഭക്തന് അല്ലെങ്കിൽ ആ സാധകന്
ആജ്ഞ കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്താണ് ഭക്തൻ ചെയ്യേണ്ടത്? ഈ ആജ്ഞ അവൻ സ്വീകരിക്കുന്നു. യോഗശാസ്ത്രപ്രകാരമാണ് ഇത് പറയുന്നത്. ഏഴാമത്തതാണ് കാളരാത്രി. ദുഷ്ടശക്തികളെ നശിപ്പിക്കുന്ന ഒരു ഭീകര ഭയാനക രൂപമാണ് ഈ ദേവിക്ക്. ഏറ്റവും ഭയാനകം ഈ ദേവിക്കാണ്. കറുത്ത നിറമാണ് ദേവിക്ക്. ചിതറിക്കിടക്കുന്ന നീണ്ട തലമുടിയുണ്ട്. ഭീകരമായ കണ്ണുകൾ, 3 കണ്ണുകളാണ് ഈ ദേവിക്കുള്ളത്. 4 കൈകൾ. എണ്ണ തേച്ച ശരീരമാണ്. കഴുതയുടെ മുകളിലാണ് ഇരിക്കുന്നത്. വാളും പിടിച്ചിട്ടുണ്ട്. സഹസ്രാര പത്മത്തിലാണ് ഈ ദേവി. 6 ആധാരചക്രങ്ങൾ കടന്ന് കുണ്ടലിനി ശക്തി സഹസ്രാര പത്മത്തിലേക്ക് കടക്കുകയാണ് 7-ാം ദിവസം. അവിടെയാണ് അമൃതശ്രവണം സംഭവിക്കുന്നത്. അവിടെ ശിവശക്തി മേളനമെന്നും യോഗശാസ്ത്രം പ്രകാരം പറയുന്നുണ്ട്. ഇനി ആ ഭക്തനും അല്ലെങ്കിൽ സാധകനും ദേവതയും തമ്മിലുള്ള കൂടിച്ചേരൽ, ഒരു താതാത്മ്യഭാവം ആ ഭക്തൻ അനുഭവിക്കുന്നു. ഇപ്പോൾ ഒരു സച്ചിദാനന്ദ സ്വരൂപനായി സാധകൻ്റെ 7 ദിവസവും സാധകൻ്റെ സ്വഭാവം സാധകൻ മാറ്റിക്കൊണ്ട് ഈ സഹസ്രാര പത്മത്തിൽ കുണ്ടലിനി എത്തുന്ന സമയത്ത് സാധകൻ്റെ സ്വരൂപം അവന് വെളിപ്പെട്ട് കിട്ടുന്നു. സാധകനും ദേവിയും ഒന്ന് തന്നെ എന്ന ഭാവത്തിലേക്ക് സാധകൻ മാറുന്നതാണ് 7-ാമത്തെ ദിവസം. സഹസ്രാര പത്മത്തിൽ യോഗവിദ്യ സമ്പൂർണ്ണമാകാൻ പോവുകയാണ് ആ ദിവസം. ആദ്യം 1-ാമത്തെ ദിവസം യോഗവിദ്യ അഭ്യാസം തുടങ്ങിക്കഴിഞ്ഞു. ഇത് പൂർണ്ണമാകുന്ന ഒരു സങ്കല്പമാണ്. ഭക്തനും ദേവിയും ഒന്ന് തന്നെ എന്ന ഭാവം ആ ഭക്തനുണ്ടാകുന്നു. ഇത് മഹാഗൗരി 8-ാമത്തേതാണ്. ശുദ്ധിയുടെയും സൗന്ദര്യത്തിൻ്റെയും പ്രതീകമാണ്. 4 കൈകളാണ് ദേവിക്ക്. വെളുത്ത കാളയുടെ മുകളിലാണ് ഇരിക്കുന്നത്. വെളുത്ത വസ്ത്രം ദേവി ധരിച്ചിട്ടുണ്ട്. ശൂലം കയ്യിലുണ്ട്. ശിവനെ കഠോര തപസ്സിലാണ് ശിവൻ പ്രത്യക്ഷപ്പെട്ടത്. പല പ്രാവശ്യം ശിവൻ പരീക്ഷിക്കാനും വന്നിട്ടുണ്ട്. അങ്ങനെ അവസാനം ശിവന് സമ്മതിക്കേണ്ടി വന്നു. പകുതി ശരീരം കൊടുക്കേണ്ടി വന്നു. ഈ സമയത്ത് ശരീരം ചൂടുകൊണ്ട് കറുത്തുപോയി, നിറം മാറിപ്പോയി. ഗംഗാജലം പ്രോക്ഷണം ചെയ്തുകൊണ്ട് ശരീരത്തിനെ പൂർവ്വസ്ഥിതിയിലാക്കി. അതാണ് ഗൗരി. ഇവിടെ മഹാഗൗരി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ ഗൗരി എന്ന പദത്തിന് ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി എന്ന ഭാവമാണ്. ഞാനൊരു കാര്യം വിചാരിച്ചാൽ അത് സാധിക്കും. സാക്ഷാൽ പരമശിവന് എനിക്ക് ഭർത്താവായിട്ട് കിട്ടണം, ഇത് ഞാൻ സാധിച്ചു. ഇതുപോലെ ഭക്തന്മാർക്കും നിങ്ങൾ വിചാരിക്കുന്ന ഭൗതിക വിദ്യയും ആധ്യാത്മിക വിദ്യയും ഈ 9 ദിവസം കൊണ്ട് സാധിക്കും എന്ന സന്ദേശമാണ് ദേവി നമുക്ക് തരുന്നത്. അടുത്തതാണ് സിദ്ധിദാത്രി, 9-ാമത്തെ ദിവസം. സിദ്ധിയെ ദാനം ചെയ്യുന്നവൾ എന്നാണ് പദത്തിൻ്റെ അർത്ഥം. ജ്ഞാനവും മോക്ഷവും തരുന്ന ദേവതാസങ്കല്പമാണത്. സിദ്ധന്മാർ, ഗന്ധർവന്മാർ, യക്ഷൻ, അസുരൻ, ദേവതമാർ, മനുഷ്യർ എല്ലാവരും ദേവിയെ പൂജിക്കുകയാണ്. എല്ലാവർക്കും ദേവി സിദ്ധിയെ ദാനം ചെയ്യുന്നു. ആധ്യാത്മികമായിരിക്കുന്ന ശക്തിവിശേഷം കൊടുക്കുന്നു എന്നർത്ഥം. താമരപ്പൂവിലാണ് ദേവി ഇരിക്കുന്നത്. 4 കൈകളാണ്. ഗദ, താമരപ്പൂവ്, ശംഖ്, ചക്രം. ഇത്രയും സാധനങ്ങളാണ് ദേവി പിടിച്ചിരിക്കുന്നത്. ഇവിടെ ഈ മഹിഷാസുരനെ കൊല്ലുക എന്നതാണ് ദേവിയുടെ പ്രധാന ലക്ഷ്യം. ഈ മഹിഷാസുരൻ എന്ന് പറയുന്നത് ഈ ഹിംസാത്മക സ്വഭാവമുള്ള ഒരു അസുരനാണ്. വീണ്ടുവിചാരം ഇദ്ദേഹത്തിനില്ല. ദേവിയെ തന്നെ ഭാര്യയാക്കാൻ ശ്രമിച്ചതാണ് മഹിഷൻ. ദേവിയോട് അഭ്യർത്ഥന ചെയ്തു, എൻ്റെ ഭാര്യയായിട്ട് വരാമോ? അപ്പോൾ ഇവിടെ അയുക്തകാമത്തിൻ്റെ പ്രതീകമാണ് ഈ മഹിഷാസുരൻ. അയുക്തം, നമുക്ക് ആഗ്രഹിക്കാൻ പറ്റാത്തത് ആഗ്രഹിക്കുന്ന ഈ മഹിഷാസുരനെയാണ് ദേവി കൊന്നത്. ഇതിൻ്റെ ഒരു സാമാന്യ അർത്ഥമാണ്. ഈ മഹിഷാസുരൻ എവിടെയാണ് ഇരിക്കുന്നത്? നമ്മുടെ ഓരോരുത്തരുടെയും ശരീരത്തിൻ്റെ അകത്താണ്. നമുക്ക് ഇങ്ങനെയുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാകാം. അതിനെ ദേവി നശിപ്പിച്ചേ പറ്റൂ. അതൊരു പൗരുഷം കൊണ്ട് സാധിക്കാൻ പറ്റില്ല. നമ്മളുടെ അകത്തിരിക്കുന്ന ഈ അയുക്തകാമം, ആ ഒരു ഹിംസാത്മക സ്വഭാവം, വീണ്ടുവിചാരമില്ലാത്ത അവസ്ഥ, ഈ ഒരു മഹിഷാസുരനെ കൊല്ലണമെങ്കിൽ യോഗശാസ്ത്രം കൊണ്ട് സാധ്യമല്ല, നമ്മുടെ പൗരുഷം കൊണ്ട് സാധ്യമല്ല, ധർമ്മം അനുസരിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ സാധ്യമല്ല. അത് ദേവി കൂടെയില്ലാതെ സാധ്യമല്ല. അതിനു വേണ്ടിയാണ് ഈ 9 ദിവസത്തെ നവദുർഗാ സങ്കല്പം മഹർഷിമാർ നമുക്ക് തന്നിരിക്കുന്നത്. അപ്പം നവരാത്രി വ്രതത്തിൻ്റെ ഒരു ശാസ്ത്രീയതയും പ്രാധാന്യവും ഒക്കെ എന്താണ് വ്രതം എടുക്കുന്നതിൻ്റെ? ശാസ്ത്രീയത എന്ന് പറയുന്നത് ജ്യോതിശാസ്ത്രപ്രകാരം വ്രതങ്ങൾ സൗരമാസ പ്രാധാന്യമായും ചന്ദ്രമാസ പ്രാധാന്യമായും പറയുന്നുണ്ട്. ഇവിടെ ചന്ദ്രമാസ പ്രകാരം അശ്വിന മാസത്തിൽ പ്രതിപദം അല്ലെങ്കിൽ പ്രഥമാതിഥി തുടങ്ങി 9 ദിവസം വ്രതമെടുക്കുക. ഇതാണ് ഇതിൻ്റെ ശാസ്ത്രീയമായിട്ട് പറയുന്നത്. ഗണിത നിർണ്ണയം എന്ന ഗ്രന്ഥത്തിൽ അത് ജ്യോതിശാസ്ത്ര ഗ്രന്ഥമാണ്, മുഹൂർത്ത വിഷയമാണ്.
അതിലാണ് ഇതിൻ്റെ ശാസ്ത്രീയത നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. ഇപ്പൊ കേരളത്തിന് പുറത്തുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ വ്രതങ്ങളൊക്കെ എങ്ങനെയാണ് ആചരിക്കുന്നത്? കേരളത്തിന് പുറത്ത് അത് വ്യത്യസ്തമായ പേരുകളിൽ വ്യത്യസ്തമായ ആചാരങ്ങളാണ് അവർ ചെയ്യുന്നത്. കേരളത്തിൽ പ്രധാനമായും അത് സരസ്വതി പൂജ എന്ന പേരിലാണ് പറയുന്നത്. ആന്ധ്രാപ്രദേശിൽ ആയുധപൂജ എന്ന പേരിലാണ് പറയുക. കർണാടകത്തിലും ബംഗാളിലും ദുർഗാപൂജയായിട്ടാണ് പറയുന്നത്. ഈ 9 ദിവസത്തെ ദുർഗാസങ്കല്പം വേറൊരു തരത്തിലുണ്ട്. 3 ദിവസം പാർവതി, 3 ദിവസം ഭദ്രകാളി, 3 ദിവസം സരസ്വതി. ഇതിൽ തന്നെ വ്യത്യാസവും കാണുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ 3 ദിവസം ഒരു ദേവത സങ്കല്പം, പിന്നത്തെ 3 ദിവസം വേറൊരു ദേവത. ഇങ്ങനെയും ഒരു സങ്കല്പം പുറത്തും അകത്തും, കേരളത്തിന് പുറത്തും അകത്തും പറയുന്നുണ്ട്. ഇവിടെ സരസ്വതി മണ്ഡപത്തിൽ 9 ദിവസം തിരുവനന്തപുരത്ത് ആചാരം ചെയ്യുന്നുണ്ട്. മൈസൂരിലാണെങ്കിൽ വളരെ പ്രൗഢമായും ആഡംബര സമന്വിതമായും ഇത് ആഘോഷിക്കുന്നുണ്ട്. ഈ മഹിഷാസുരൻ ജനിച്ചത് മൈസൂരിലായിരുന്നു എന്നാണ് ഒരു പൗരാണിക സങ്കല്പം പറയുന്നത്. അതുകൊണ്ട് അവിടെ ഈ വിജയദശമി ദിവസം പട്ടുവസ്ത്രങ്ങൾ അണിഞ്ഞാണ് ആളുകൾ ഇങ്ങനെ ആഘോഷിക്കുന്നത്. ഇത്രയും ആഘോഷം വേറെ എവിടെയും ഉണ്ടെന്ന് തോന്നുന്നില്ല. ഈ രാത്രി പൂജയ്ക്കാണ് ഇതിൽ പ്രാധാന്യം വരുന്നത്. ആ രാത്രി പൂജ 10 ദിവസത്തെ രാത്രി പൂജയാണ്. അതാണ് ഈ കേരളത്തിന് പുറത്ത് 10 രാത്രി പൂജ എന്ന് പറയുന്നത്. ആ 10 രാത്രി പൂജയുടെ ചുരുക്കമാണ് ദസറ. ചില സ്ഥലത്ത് രാമലീല എന്ന പേരിലും ഇത് ആചരിക്കുന്നുണ്ട്. തമിഴ്നാട്ടിൽ ബൊമ്മക്കൊലി വെച്ചിട്ടാണ് ഇത് ആചരിക്കുന്നത്, പ്രതിമകൾ വെച്ചിട്ടാണ്. അപ്പോൾ വ്യത്യസ്തമായ സംസ്ഥാനങ്ങളിൽ വ്യത്യസ്തമായ പേരുകളും വ്യത്യസ്തമായ ആചാരങ്ങളും ഇതിനുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഇത് ഭാരതത്തിൽ എല്ലാ സ്ഥലത്തും ഇത് ആചരിക്കുന്നു എന്നതാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ 10-ാം ദിവസം ആചരിക്കേണ്ട വിജയദശമി ദിവസം ഈ പ്രാവശ്യം 11-ാം ദിവസമാണ് ആചരിക്കുന്നത്. അതെന്തുകൊണ്ടാണ്? ഇപ്പോൾ അത്തം 10 ഓണം എന്നാണ് നമ്മൾ സാധാരണ പറയുന്നത്. പക്ഷേ 10ാമത്തെ ദിവസം ചിലപ്പോൾ വരാറില്ല. അത് 9ാമത്തെ ദിവസവും 11ാമത്തെ ദിവസവും വരാറുണ്ട്. അത് ആ നക്ഷത്രത്തിൻ്റെ ദൈർഘ്യം കൊണ്ടാണത്. അത് സൗരമാസത്തിൽ പ്രാധാന്യം കൊടുത്ത് ഇവിടെ നക്ഷത്രത്തിനല്ല പ്രാധാന്യം, തിഥിക്കാണ്. പ്രഥമ തിഥി തുടങ്ങി. ഇപ്പം ചില ദിവസങ്ങളിൽ ചില തിഥിക്ക് ദൈർഘ്യം വരും. ഈ പ്രാവശ്യം തൃതീയാ തിഥി 2 ദിവസമാണ് ആചരിക്കുന്നത്. അങ്ങനെ ആചരിക്കുമ്പോൾ ചതുർത്ഥി തിഥി ഒരു ദിവസം മാറിപ്പോയി. ഇങ്ങനെയും ദൈർഘ്യം വരാറുണ്ട്. ഇതുകൂടാതെ നമ്മൾ അവസാനം 3 ദിവസം ആചരിക്കുന്ന അഷ്ടമി, നവമി, ദശമി, ഇത് 3ഉം പേര് വിശേഷത്തോടുകൂടി പേരോടുകൂടിയതാണ്. ഒന്ന് ദുർഗാഷ്ടമി, സാധാരണ അഷ്ടമി അല്ല അത്. പിന്നെ മഹാനവമി, ദശമി വിജയദശമി. അപ്പോൾ ഈ ദുർഗാഷ്ടമി എന്ന് പറയുന്നത് സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് അഷ്ടമി തിഥി സ്പർശമുണ്ടായിരിക്കണം. ആ അഷ്ടമി സൂര്യാസ്തമയത്തിന് മുമ്പ് 6 നാഴിക അഷ്ടമിയുള്ള ദിവസമാണ് പൂജ വയ്ക്കുന്നത്. അതുപോലെ തന്നെ മഹാനവമി സൂര്യന് മധ്യാഹ്ന സ്പർശം ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ വിജയദശമി സൂര്യ ഉദയത്തിന് ശേഷം 6 നാഴിക ഉണ്ടായിരിക്കണം. അപ്പോൾ ഇത് 3ഉം വളരെ നിഷ്കർഷതയോടുകൂടി ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. ഇങ്ങനെ നോക്കുമ്പോൾ ചില വർഷങ്ങളിൽ 11 ദിവസം ആചരിക്കുന്നു. അങ്ങനെ ഇപ്രാവശ്യം അത് പ്രധാനമായിട്ടും തൃതീയ തിഥി കൂടുതലുള്ളത് കൊണ്ട് 2 ദിവസം ആചരിക്കുന്നത് കൊണ്ടാണ് ഈ പ്രാവശ്യം 11ാമത്തെ ദിവസം വിജയദശമിയായിട്ട് ആചരിക്കേണ്ടി വരുന്നത്. പൂജവെപ്പ് എന്ന് പറയുമ്പോൾ ഇപ്പം കുട്ടികളൊക്കെ പഠിക്കാണ്ടിരിക്കുന്ന ഒരു സമയം, അല്ലെങ്കിൽ പുസ്തകം വെച്ച് കഴിഞ്ഞാൽ പഠിക്കാതിരിക്കണ്ട, അങ്ങനെയൊക്കെയാണ് വിചാരിക്കുന്നത്. പൂജവെപ്പിൻ്റെ ഒരു പ്രാധാന്യമൊക്കെ എന്താണ്? പൂജ വെക്കുക പുസ്തകങ്ങൾ മാത്രമല്ല, ആയുധങ്ങളും പൂജ വെക്കുന്നവരുണ്ട്. അപ്പോൾ ഈ പൂജവെപ്പിൻ്റെ ഒരു പ്രാധാന്യമൊക്കെ എന്താണ്? പ്രധാനമായിട്ടും ഇത് സരസ്വതിയുടെ അനുഗ്രഹം വാങ്ങുക എന്നതാണ്. വിദ്യയുടെ അതിദേവതയായിരിക്കുന്ന സരസ്വതി. അപ്പോൾ അഷ്ടമി ദിവസം അഷ്ടമി കൊണ്ട് പൂജ വയ്ക്കുക എന്നതാണ് പ്രമാണം. സൂര്യാസ്തമയ സമയത്ത് അഷ്ടമി ഉണ്ടായിരിക്കണം. അങ്ങനെ പൂജ വെച്ച് കഴിഞ്ഞാൽ ആ പൂജ വയ്ക്കുന്നത് വിദ്യാർത്ഥികൾ അവരുടെ പുസ്തകങ്ങൾ, ആചാര്യന്മാർ അവരുടെ ഗ്രന്ഥങ്ങൾ, ആയുധങ്ങൾ പൂജയ്ക്ക് വയ്ക്കും, സംഗീതോപകരണങ്ങൾ പൂജയ്ക്ക് വയ്ക്കും, കവികൾ അവരുടെ തൂലിക, അവരുടെ ലേഖനി പൂജയ്ക്ക് വയ്ക്കും, വണ്ടി ഓടിക്കുന്നവർ താക്കോലോ വാഹനത്തിൻ്റെ താക്കോല് പൂജയ്ക്ക് വയ്ക്കും. അങ്ങനെ ഏത് സാധനവും ഇങ്ങനെ പൂജയ്ക്ക് വയ്ക്കുന്ന ഒരു ആചാരമാണിത്. ഇങ്ങനെ അഷ്ടമി ദിവസം പൂജയ്ക്ക് വെച്ചതിന് ശേഷം മഹാനവമി ദിവസം പിന്നെ അത് സ്പർശിക്കുന്നില്ല. പിന്നെ വിജയദശമി ദിവസമാണ് ആ പുസ്തകം സ്വീകരിച്ച് വിദ്യ ആരംഭിക്കുന്നത്. അത് ഹരിശ്രീ ഗണപതയെ നമ എന്നത് അരിയിലും എഴുതുന്നു, മണ്ണിലും എഴുതുന്നുണ്ട്. അതോടുകൂടി അടുത്ത കൊല്ലത്തേക്കുള്ള വിദ്യ ആരംഭിക്കുകയാണ്. ഇങ്ങനെ ഓരോ വർഷവും ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇതാണ് പഴയ ആചാരം. ഇങ്ങനെ തുടർന്നുകൊണ്ട് പോവുകയാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ ഈ വിദ്യാരംഭ ദിവസം കുട്ടികളുടെ നാവിൽ എഴുതുന്നത് എന്തുകൊണ്ടാണ്? എല്ലാ മൃഗങ്ങളുടെയും മനുഷ്യരുടെയും നാവിൽ സരസ്വതി ഉണ്ട് എന്നതാണ് പുരാണത്തിൽ പറയുന്നത്.
അത് ബ്രഹ്മാണ്ഡ പുരാണത്തിൽ അതിൻ്റെ ഒരു ഐതിഹ്യം പറയുന്നുണ്ട്. ബ്രഹ്മാവ് പ്രജാസൃഷ്ടിക്ക് വേണ്ടി ധ്യാനനിമഗ്നനായി ഇരിക്കുന്ന സമയത്ത്, സത്വഗുണം വർദ്ധിച്ചു വന്ന സമയത്ത് അയോനിജയായി ഒരു കുട്ടി ബ്രഹ്മാവിൻ്റെ മുമ്പിൽ ഇരിക്കുകയാണ്. അയോനിജയായി വന്നതാണ്, ഗർഭപാത്രത്തിൽ നിന്ന് വന്ന കുട്ടിയല്ല അത്. ഈ തപസ്സിൻ്റെ ശക്തി കൊണ്ട് സന്താനം ജനിച്ചു. ധ്യാനത്തിൽ നിന്നും ഉണർന്ന സമയത്ത് ഒരു ചെറിയ കുട്ടി മുമ്പിലിരിക്കുന്നു. നീ ആരാണ് എന്ന് ചോദിച്ചു ബ്രഹ്മാവ്. അപ്പോൾ കുട്ടി പറഞ്ഞു, അങ്ങ് ധ്യാന നിമഗ്നായ സമയത്ത് അങ്ങയിൽ നിന്നും അയോനിജയായിട്ട് ജനിച്ച കുട്ടിയാണ് ഞാൻ ആരാണ്, ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് കുട്ടി ബ്രഹ്മാവിനോട് ചോദിക്കുകയാണ്. അങ്ങനെ ബ്രഹ്മാവ് മറുപടി പറയുകയാണ്, നീയാണ് സരസ്വതി. നിന്നെ 4 കാര്യങ്ങൾ ഞാൻ ഏൽപ്പിക്കുകയാണ്. ഒന്ന്, എല്ലാ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും പക്ഷികളുടെയും നാവിൻ്റെ തുമ്പത്ത് നീ വസിച്ചു കൊള്ളണം. ഇത് ഒരു കർത്തവ്യം. രണ്ടാമത്തെ കർത്തവ്യമാണ്, വിദ്വാൻമാർ പണ്ഡിതന്മാർ സംസാരിക്കുന്ന സമയത്ത്, ആധ്യാത്മിക വിഷയങ്ങളെല്ലാം സംസാരിക്കുന്ന സമയത്ത് അവരുടെ നാവിൽ നൃത്തം ചെയ്തു കൊള്ളണം. അവരുടെ വാക്കുകൾ പിഴച്ചു പോകരുത്. സരസ്വതി വികട സരസ്വതിയായിട്ട് മാറാൻ പാടില്ല. രണ്ടാമത്തെ കർത്തവ്യം. 3, നീ ഒരു നദീരൂപത്തിൽ ഭാരതഭൂമിയെ ശുദ്ധീകരിക്കണം. അതാണ് സരസ്വതി നദിയായിട്ട് മാറിയിരിക്കുന്നത്. 4, നീ മറ്റൊരു രൂപത്തിൽ എന്നിൽ വർത്തിക്കണം. എന്ന് പറഞ്ഞാൽ നീ എൻ്റെ ഭാര്യയായിട്ട് മാറണം. അതുകൊണ്ടാണ് സരസ്വതിക്ക് ബ്രഹ്മാവിൻ്റെ മകളായിട്ട് സങ്കല്പമുണ്ട്, ബ്രഹ്മാവിൻ്റെ ഭാര്യയായിട്ട് സങ്കല്പമുണ്ട്. അങ്ങനെ വരുമ്പോൾ ആ സരസ്വതിയുടെ ചൈതന്യം കുട്ടിയുടെ നാവിലുണ്ട്. ആ നാവിലുള്ള സരസ്വതി ചൈതന്യത്തെയാണ് നമ്മൾ ഹരിശ്രീ ഗണപതയെ നമ എന്ന രഹസ്യ സ്വഭാവമുള്ള 51 അക്ഷരങ്ങൾ നാവിലെഴുതിക്കൊണ്ട് കുട്ടിയുടെ സരസ്വതിയെ ഉത്തേജിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് നാവിലെഴുതാൻ പ്രധാനമായ കാരണം. കുട്ടിയുടെ നാവിൽ എഴുതുമ്പോൾ മോതിരവിരൽ കൊണ്ടാണ് എഴുതുന്നത്. അത് എന്തുകൊണ്ടാണ് മോതിരവിരൽ ഉപയോഗിക്കുന്നത്? നമ്മളൊരു ദേവതയ്ക്ക് നിവേദ്യം, ധൂപം, ദീപം, നൈവേദ്യം ഇതെല്ലാം ഒരു പുരോഹിതൻ കൊടുക്കുന്നത് അവരുടെ വിരലിൽ കൂടിയാണ്. ഇപ്പോൾ ഒരു 5 ലിറ്റർ പാൽപ്പായസം ഭഗവാന്, ഗുരുവായൂർ ഭഗവാന് നിവേദിക്കുകയാണ്. ഈ പാൽപ്പായസം ഭഗവാൻ കഴിക്കുന്നില്ല, പക്ഷെ അത് കൊടുക്കുന്നുണ്ട്. എങ്ങനെ? അത് വിരലിൽ കൂടിയാണ്. അപ്പോൾ ഓരോ വിരലും ധൂപം, ദീപം, നൈവേദ്യം, പുഷ്പം ഇങ്ങനെ സമർപ്പിക്കുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട വിരൽ മോതിരവിരലാണ്. എന്തുകൊണ്ടെന്നാൽ ഈ ഉപചാരം തുടങ്ങുന്നത് വം അപാത്മന ജലം കൽപ്പയാമി. ആദ്യം തന്നെ പഞ്ചഭൂതാത്മകമായിരിക്കുന്ന ജലത്തെ കൊടുക്കുകയാണ്. അത് മോതിരവിരൽ കൂടിയാണ് കൊടുക്കുന്നത്. പിന്നെ ധൂപം, ദീപം ഇതെല്ലാം കൊടുത്ത് അവസാനം നൈവേദ്യം കൊടുക്കുന്നതും ഈ മോതിരവിരൽ കൂടി തന്നെയാണ്. അപ്പോൾ 2 ഉപചാരങ്ങൾ മോതിരവിരൽ കൂടി ഒരു പുരോഹിതൻ കൊടുക്കുന്നു. ഇത് രണ്ടും ജലമയമാണ്. ആദ്യം തന്നെ ജലം കൊടുക്കുന്നു, പിന്നെ അമൃതാത്മന ധ്വം അമൃതാത്മന അമൃതം നിവേദ്യം. ആ നിവേദ്യം എന്നത് ജലമാണ്, അമൃതം ഒഴുകുന്നതാണ്. അപ്പോൾ ഇത് രണ്ടും ജലമയമായ വസ്തുവാണ്. ജലമയമായ വസ്തു തന്നെയാണ് സരസ്വതി, നദീരൂപത്തിലുണ്ട്. അപ്പോൾ സരസ്വതിയാവുന്ന നദീരൂപമായിരിക്കുന്ന അതിൻ്റെ ഭാവമായിരിക്കുന്ന ജലവും, കുട്ടിയുടെ നാവിൽ ജലമുണ്ട്, ജലമയമാണ് നാവ്. അപ്പോൾ ഇതൊക്കെ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അതുകൊണ്ടാണ് മോതിരവിരലിൽ കൂടി തന്നെയാണ് നിങ്ങൾ വിദ്യാരംഭം ചെയ്യിപ്പിക്കേണ്ടത് എന്ന് പ്രത്യേകം പറയുന്നു. പക്ഷേ യൂട്യൂബ് നോക്കുകയാണെങ്കിൽ അത് ചൂണ്ടുവിരൽ കൊണ്ട് എഴുതണമെന്ന് കാണുന്നുണ്ട്. ഒരു കാരണവശാലും അത് ചെയ്യാൻ പാടുള്ളതല്ല. ചൂണ്ടുവിരലെന്ന് പറയുന്നത് തർജനി എന്നാണ് അതിൻ്റെ പേര്. ശാസിക്കുന്ന വിരലാണ്, അഹങ്കാരത്തിൻ്റെ പ്രതീകമാണ്. ഒരു ചെറിയ കുട്ടി വളർന്നു വരുന്ന സമയത്ത് ദേഷ്യം കയറുമ്പോൾ ആ കുട്ടിയുടെ ചൂണ്ടുവിരലാണ് പൊക്കുന്നത്, ഞാൻ അനുസരിക്കില്ല എന്ന് പറയുന്നത്. ഇത് കുട്ടി ആരും പഠിപ്പിച്ചതല്ല, ജന്മന ഉള്ളതാണ്. ഒരു തർജനം എന്ന് പറയുമ്പോൾ ശാസന, ശാസിക്കുന്ന വിരൽ അഹങ്കാരത്തിൻ്റെ വിരലാണ്. ഇതുകൊണ്ട് ഒരു കാരണവശാലും വിദ്യാരംഭം ചെയ്യിപ്പിക്കരുത്. മറ്റത് പവിത്രം ധരിക്കുന്ന ആ മോതിരവിരൽ കൂടി തന്നെയാണ് ഇത് എഴുതിക്കേണ്ടത്. വിദ്യാരംഭ ദിവസം കുട്ടികളെ അരിയിലാണ് എഴുതിക്കുന്നത്. എന്തുകൊണ്ടാണ് അരി എഴുതിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്? അരി എന്ന് പറയുന്നത് അക്ഷതം, ക്ഷതമില്ലാത്തത്. അക്ഷതത്തിലാണ് അക്ഷരം എഴുതേണ്ടത്, എന്നാലേ വിദ്യ ക്ഷയിക്കാതിരിക്കുകയുള്ളൂ. ഇതാണ് മലയാളത്തിൽ ഒരു പ്രമാണം പറയുന്നത്. അക്ഷതത്തിൽ അക്ഷരം എഴുതിക്കുക. ഈ അരി എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു വെളിച്ചപ്പാട് തുള്ളിക്കൊണ്ട് ഭക്തരുടെ മലിന ഊർജ്ജത്തെ നശിപ്പിക്കുന്നത് അരി എറിഞ്ഞുകൊണ്ടാണ്. അപ്പോൾ അരി എറിയുന്ന സമയത്ത് പോസിറ്റീവ് എനർജിയാണ് കൊടുക്കുന്നത്. അരിയിട്ട് വാഴിക്കുക എന്ന് പണ്ട് കാലത്ത് ക്ഷത്രിയന്മാർക്കൊരു ചടങ്ങുണ്ട്. ഒരു ഉത്തരവാദിത്വം ഏൽപ്പിക്കുമ്പോൾ അരിയിട്ട് വാഴിക്കുകയാണ്. അപ്പോൾ അരിക്ക് വളരെ പ്രാധാന്യം. ഉപനിഷത്തിൽ ഈ തണ്ടുലം അഗ്നിഹോത്രം എന്ന് പറയുന്നുണ്ട്. അത് അഗ്നിയാണ്.
അരി എന്ന് പറയുന്നത് അഗ്നിക്ക് തുല്യമാണ്. ഈ അഗ്നി എന്ന് പറയുന്നത് അറിവാണ്. ലളിതാ സഹസ്രനാമത്തിൽ ചിദഗ്നി കുണ്ട സംഭൂത, ചിത്താകുന്ന അഗ്നിയിൽ നിന്നാണ് ദേവി വന്നിരിക്കുന്നത്. അത് അറിവിൻ്റെ പ്രതീകമായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ആ അരി എന്ന് പറയുന്നത് പോസിറ്റീവാണ്. മാത്രമല്ല പണ്ട് കാലത്ത് ഉണക്കലരി അല്ലെങ്കിൽ ഏതെങ്കിലും അരി കഴുകി ഉണക്കി അതിലാണ് അക്ഷരം കുട്ടിയെ കൊണ്ട് എഴുതിപ്പിക്കുന്നത്. ഈ അരി എല്ലാ ദിവസവും എഴുതിയതിന് ശേഷം എല്ലാ ദിവസവും കുട്ടിക്ക് അത് ഭക്ഷണം ചോറായിട്ട് വെച്ച് കൊടുക്കണം. ഇതാണ് നിയമം. ആ നിയമം ഇപ്പോൾ നമുക്കിവിടെ പ്രായോഗികമല്ല. അങ്ങനെ അരിയിൽ കുട്ടിയെ ആചാര്യൻ എഴുതിക്കുന്ന സമയത്ത് ആചാര്യൻ്റെ കയ്യിലുള്ള ഒരു പോസിറ്റീവ് എനർജി അരിയിലേക്ക് വരുന്നുണ്ട്. ഈ ആചാര്യൻ ആരാണ്? അക്ഷരം വിപ്രഹസ്തേന എന്നാണ് പറയുന്നത്. മാതൃഹസ്തേന ഭോജനം, ഭക്ഷണം അമ്മയാണ് വിളമ്പി തരേണ്ടത്. ആ താമ്പൂലം ഭാര്യാഹസ്തേന, ഭാര്യയുടെ കയ്യിൽ നിന്നാണ് താമ്പൂലം കിട്ടേണ്ടത്. അതിന് പ്രത്യേക സ്വാദാണെന്ന് പറയാം. അക്ഷരം വിപ്രഹസ്തേന, വിപ്രൻ അക്ഷരം ദാനം ചെയ്യണം. ഈ വിപ്രൻ എന്ന് പറയുന്നത് ബ്രാഹ്മണവാചിയല്ല. വിപ്രത്വം എന്ന് പറയുന്നത് തൻ്റെയും മറ്റുള്ളവരുടെയും പാപത്തെ നശിപ്പിക്കാൻ കഴിവുള്ളവനാണ് വിപ്രൻ. അത്ര ആധ്യാത്മികമായിരിക്കുന്ന ശക്തിവിശേഷമുള്ള ഒരു ആചാര്യനാണ് ഇത് എഴുതുന്നത്. ഇത് ഏത് മതവിഭാഗത്തിൽപ്പെട്ടവർക്കും ഈ ഒരു ശക്തി ഉണ്ടെങ്കിൽ എഴുതാം. ബ്രാഹ്മണൻ തന്നെ വേണം നിർബന്ധമില്ല. അങ്ങനെ വരുന്ന സമയത്ത് ആ ആചാര്യൻ്റെ ഒരു എനർജിയും ഈ അരിയിലേക്ക് പോകുന്നുണ്ട്. ഈ അരിയാണ് കുട്ടിക്ക് വേവിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ആ എനർജിയുള്ള അരി കുട്ടി കഴിക്കുന്നതോടുകൂടി കുട്ടിയുടെ ശരീരത്തിൻ്റെ അകത്തേക്കും ആ ഒരു ഊർജം പ്രസരിക്കുന്നുണ്ട്. അതുകൊണ്ടും കൂടിയാണ് ഈ അരിയിൽ എഴുതിച്ച് ആ അരി ഭക്ഷണം വെച്ച് കൊടുക്കാനായിട്ട് പറയുന്നത്. വിദ്യയുടെ ദേവി എന്ന് പറയുന്നത് സരസ്വതി ദേവിയാണ്, പക്ഷെ കുട്ടികളുടെ നാവിൽ എഴുതുന്ന ഗണപതി മന്ത്രമാണ്. ഹരിശ്രീ ഗണപതയേ നമ എന്നതാണ് അവിടെ എഴുതുന്നത്. അപ്പോൾ ഇത് കുട്ടിയുടെ നാവിൽ നമ്മളത് 51 അക്ഷരങ്ങളാണ് ഗണപതി ഈ അക്ഷരസങ്കല്പം. ഈ അക്ഷരങ്ങൾ മുഴുവനും എഴുതുവാൻ കുട്ടികൾ സമ്മതിക്കില്ല. അപ്പോൾ പിന്നെ ഹരിശ്രീ ഗണപതയേ നമ എന്ന അതിലടങ്ങിയിരിക്കുന്ന 51 അക്ഷരങ്ങളുണ്ട്. സംഗീതശാസ്ത്രപ്രകാരവും ജ്യോതിശാസ്ത്രപ്രകാരവും ഓരോ അക്ഷരത്തിനും ഓരോ സംഖ്യ പറയുന്നുണ്ട്. ക ട പ യ 1, ഖ ഢ ഭ ര 2, ഗ ഡ ബ ല 3, ങ ണ മ ശ 5, ഖ ഢ ഭ വ 4, ച ത സ 6, ഝ ധ സ 7, ജ ദ ഹ 8, ഛ ഥ ള 9, ഞ ന ഇത് ശൂന്യം 0. ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഹരി എന്നതിൽ 28 സംഖ്യ വരുന്നുണ്ട്. ഹ എന്ന് പറയുന്നത് 8ആണ്, ര 2ആണ്. ഈ അക്ഷരങ്ങൾക്ക് ഇടത്തേക്കാണ് ഇതിൻ്റെ ഗതി. അങ്ങനെ വരുമ്പോൾ ഹരി 28ആയി. ശ്രീ 2, ഗ 3, ന 5, പ 1, ത 6, എ എന്നത് 1, ന ശൂന്യം, മ 5. ഇത് മുഴുവനും കൂട്ടി നോക്കിയാൽ ഇത് 51 എന്ന് കിട്ടുന്നു. അപ്പോൾ 51 അക്ഷരങ്ങൾ മുഴുവനും കുട്ടിയുടെ നാവിൻ്റെ തുമ്പത്തിരിക്കുന്ന ആ സരസ്വതിയെ സ്പന്ദിപ്പിക്കുകയാണ് അക്ഷരങ്ങളെ കൊണ്ട്. ഈ അക്ഷരങ്ങൾ ദേവിയാണ്. മാതൃകാവർണ്ണരൂപിണി എന്ന് ദേവി ലളിതാ സഹസ്രനാമത്തിലുണ്ട്. മാതൃകാവർണ്ണങ്ങൾ എന്ന് പറയുന്നത് മുഴുവൻ അക്ഷരസങ്കല്പമാണ്. അത് ആ സരസ്വതി എന്ന് പറയുന്നതും ലളിതാ സഹസ്രനാമത്തിലുണ്ട്. സരസ്വതി ഗുഹ്യരൂപ. അവിടെ ഭാസ്കരാചാര്യർ വ്യാഖ്യാനിച്ചിരിക്കുന്നത് സരസ്വതി നദീരൂപയായിട്ടാണ്, ജലരൂപയായിട്ടാണ്. ആ ജലമയമായ രസന നാവിൽ ഈ 51 അക്ഷരങ്ങൾ എഴുതുവാൻ വേണ്ടിയാണ് ഹരിശ്രീ ഗണപതയേ നമ എന്നത് കൊടുത്തിരിക്കുന്നത്. ശ്രീ സരസ്വതിയെ നമ എന്ന് എഴുതാതെ ഈ വാചകത്തിലാണ് ഈ 51 അക്ഷരങ്ങൾ രഹസ്യമായിട്ട് വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് നാവിലെഴുതുന്നത്. നന്ദി. നമസ്കാരം.